BB രാജേഷ് സാറ് എടുത്ത ഒരു നല്ലൊരു കോൺസെപ്റ്റാണ്. കാരണം യൂത്തിനെ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പൊ ഒത്തിരി ക്ലാസ് അറേഞ്ച് ചെയ്യുന്നില്ലേ. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആണോ പെണ്ണോ എന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു വോയിസ് നെസസറി ആണ്. വുമണിനും മെന്നിനും നമുക്ക് ഒരേപോലെ ഇക്വാലിറ്റി കൊടുക്കണം. ഇപ്പൊ വുമണിന് കുറെ ഇത് കൊടുക്കുന്നത് പോലെ തന്നെ മെന്നിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ വുമൺ ഏറ്റവും കൂടുതൽ ഇക്വാലിറ്റി സംഭവിക്കുന്നത് നമ്മൾ രണ്ട് അൺഈക്വൽ കാര്യത്തിന് ഈക്വൽ ആക്കാൻ ശ്രമിക്കുമ്പോഴാണെന്നാണ്. ഒരു ഇത് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഒരാളുടെ മാത്രം ഇതല്ല, ഇതിന്റെ മുന്നണി പ്രവർത്തകരായാലും. ഇന്നത്തെ ക്ലാസ്സിൽ ശ്രീലേഖ മാഡത്തിനോട് ഒരു ചോദ്യം ചോദിക്കേണ്ട, ഇക്വാളിറ്റി എന്നതിനെക്കുറിച്ച്. അപ്പോൾ അത് സ്ത്രീകളുടെയും പുരുഷൻ്റെയും പ്രവർത്തനങ്ങൾ ഒരുപോലെയാണെങ്കിലും അവർക്ക് വേജസിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് മാഡം പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അങ്ങനെ ഒരു വേരിയേഷൻ അവർക്ക് വേണമെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായി. അപ്പം ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണ ഇക്വാളിറ്റി എന്ന് വ്യത്യസ്തമാണ് ഈ ഒരു ആശയം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം? അത് ആക്ച്വലി ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറിൽ. കോട്ട് ആരുടെയാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ ആ കോട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇക്വാലിറ്റി സംഭവിക്കുന്നത് നമ്മൾ രണ്ട് അൺഈക്വൽ കാര്യത്തിന് ഈക്വൽ ആക്കാൻ ശ്രമിക്കുമ്പോഴാണെന്നാണ്. അപ്പം പുരുഷനും ഒരു സ്ത്രീയും വ്യത്യാസമുണ്ട് എന്നും പറഞ്ഞ് ലോ ഡിഫർ ചെയ്യത്തില്ലെന്നാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നാണ് വേണം അവസാനം പറഞ്ഞ് നിർത്തിയത്. അപ്പം അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു സംശയം മാറി. അതെ, ഒരു ബയോളജിക്കലി നമ്മൾ രണ്ടാണെങ്കിലും പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരേപോലെ തന്നെ. അപ്പൊ ഇതിന്റെ ബേസിൽ ഒരു ചോദ്യം ചോദിക്കണം. മാഡം പറഞ്ഞതിനകത്ത് വനിതാ സംവരണ ബില്ല് നമുക്ക് പാർലമെന്റ് പാസ്സാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്, ആ ബില്ല് പാസ്സാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് ഇതിന് ശേഷം തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ഉയർന്നു വരാനുള്ള ഒരു സാധ്യത അതെ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പൊ ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അത് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആണോ പെണ്ണോ എന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു വോയിസ് നെസസറി ആണ്. ഇവിടെ ഉള്ളത് കഴിഞ്ഞ ഒരു 5 ക്ലാസ്സോളം കഴിഞ്ഞു. അതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടു? രാവിലത്തെ ക്ലാസ് ഉള്ളായിരുന്നു, ഫയർ ആൻഡ് റെസ്ക്യൂ രാഹുൽ സാർ എടുത്തത്. അത് എനിക്ക് നല്ല ഫണ്ണി ആയിട്ട് തോന്നി, ആസ് വെൽ ആസ് എഡ്യൂക്കേറ്റീവ് ആയിട്ട് തോന്നി. കാരണം CPR എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ബ്രീഫായിട്ട് അറിയണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം സാറ് ഓരോരോ സ്റ്റുഡൻസിനെ വിളിച്ച് സർക്കാസ്റ്റിക്കലി ഇങ്ങനെ ഫണ്ണായിട്ട് നമുക്കൊരു ജെൻസിക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെ പറഞ്ഞപ്പോഴേക്കും ഒരു ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ക്ലാസ്. പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് യഷ്. ഞാൻ ഉള്ളൂർ ആക്കളം ആ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ വേറെ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുണ്ട്? ഇവിടെ സുഹൃത്തുക്കളുണ്ട്? ഉണ്ട്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത്. പിന്നെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന തന്നെ 2 പേര് ഓൾറെഡി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം പരിപാടികൾ സമൂഹത്തിന് ആവശ്യമാണെന്നും യുവജനങ്ങൾക്ക് ആവശ്യമാണെന്നും ഇത്തരം പരിപാടി നീ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസം? തീർച്ചയായിട്ടും 100%. ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നെന്നേ ഞാൻ ആലോചിക്കത്തുള്ളായിരുന്നു. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ് ഞാൻ ഇനി ആൾക്കാരെ കൊണ്ടുവരാനേ ശ്രമിക്കത്തുള്ളൂ. കാരണം പ്രതീക്ഷ 2047 വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാര്യം. ഇതേപോലത്തെ ഇനി പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത്സിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് 2047 നമ്മളിപ്പം നടന്ന സീഡ് 2047 നമുക്ക് സൊസൈറ്റിയിൽ ഒരു നല്ലൊരു ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറുടെ പുതിയൊരു കൺസെപ്റ്റാണിത്. അപ്പം മേയറെ കുറിച്ചും ഈ കൺസെപ്റ്റിനെ കുറിച്ചും എന്താണ് പറയുന്നത്? നല്ലൊരു അഭിപ്രായമാണ്. BB രാജേഷ് സാറ് എടുത്ത ഒരു നല്ലൊരു കോൺസെപ്റ്റാണ്. കാരണം യൂത്തിനെ നമ്മൾ ആദ്യമേ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ നമ്മൾ കേരളത്തിൽ എപ്പോഴും കണ്ടുവിടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷനിലും പിന്നെ യൂത്ത് എംപവർമെൻറ്റിലും ആയിരുന്നു. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ നല്ലപോലെ കണക്ട് ചെയ്യാനായിട്ടും സാധിക്കും. കാരണം ഈ ഒരു ജനറേഷനിൽ നമ്മൾ ഈ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവരും താല്പര്യമില്ലാത്തൊരു ജനറേഷനാണ്. അപ്പം ഇങ്ങനത്തെ ഒരു നല്ല ഇൻഫ്ലുവൻസിൽ സാർ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് നമ്മളടുത്ത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ഗുണം ആയിട്ടേ ഫ്യൂച്ചറിൽ സംഭവിക്കത്തുള്ളൂ. താങ്ക്സ്. സമൂഹത്തിലെ യുവജനങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പ്രതീക്ഷയാണത്. ഈ പ്രോജക്റ്റ് കൊണ്ട് അത് സാധ്യമാകുമെന്ന് കരുതുന്നു. ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ കുറേ 10-20 ആൾക്കാരുണ്ടല്ലോ. എന്തായാലും തീർച്ചയായിട്ടും ഇതാവുമല്ലോ. അപ്പം ഇപ്പം ഇതിൽ നടന്ന ക്ലാസ്സുകളെ കുറിച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളിപ്പം ഇത് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഒരാളുടെ മാത്രം ഇതല്ല, ഇതിന്റെ മുന്നണി പ്രവർത്തകരായാലും ഫുഡ് അറേഞ്ച് ചെയ്യാനായാലും എല്ലാത്തിനും ഓരോരോ ആൾക്കാരുണ്ട്. ഫണ്ട് ഇത് ചെയ്യാനായിട്ടും എല്ലാ കാര്യത്തിനും അവരെ കുറേ പേര് ഇതിന്റെ പുറകിലുണ്ട്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി പേരെ പറയണം. ഇപ്പം ഈവൻ നിങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറയണം. കാരണം നിങ്ങൾക്ക് വേറെ ഇതുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പാർട്ടായിട്ട് നിങ്ങളും നമ്മളുടെ കൂടെ ഒരു ഇതായിട്ട് ഇത് ചെയ്യണം, ആൾക്കാർക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ.
അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ക്ലാസ്സുകളുണ്ടായിരുന്നു. ഏറ്റവും നല്ല ക്ലാസ് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത് സൈബർ സെല്ല്. നമുക്കിപ്പം മെയിനായിട്ട് നമ്മളിപ്പം ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെ ഒരുപാട് ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതിനെ എല്ലാവർക്കും ഇപ്പം നമുക്ക് ഇവിടെ വരുന്ന പല ആൾക്കാരെയും കാണില്ലേ, അപ്പോൾ അവിടെ എല്ലാവർക്കും ഇത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരാളിപ്പോൾ കേട്ടിട്ട് നമ്മൾ ജസ്റ്റ് മൈൻഡിൽ മാത്രമല്ല വെക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ പോയി നമ്മളെ അനിയത്തിമാരോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടും എല്ലാവരുടെ അടുത്തും ഈവൻ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണെങ്കിൽ പോലും ഇപ്പോൾ വലിയവർക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരിക്കും, കുഞ്ഞാൾക്കാരായിരിക്കും ചില പറഞ്ഞു കൊടുക്കുക. ചില സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാറില്ല ഈവൻ, എന്നാൽ പോലും ആൾക്കാരത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ശ്രീലേഖ മേഡം എടുത്ത ക്ലാസ്സിനകത്ത് വനിതാ സംവരണ ബില്ല് അത് പാർലമെൻറ്റിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അകമ്പടി ഇല്ലാതെ ചോദിക്കുകയാണ്, വനിതാ സംവരണ ബില്ല് പാസ്സാക്കേണ്ടതിൻ്റെ ആവശ്യത ഉണ്ടായിരുന്നു? ആവശ്യത ഉണ്ട്. കാരണം നമ്മളിപ്പം വുമണിനും മെന്നിനും നമുക്ക് ഒരേപോലെ ഇക്വാലിറ്റി കൊടുക്കണം. ഇപ്പോൾ വുമണിന് കുറേ ഇത് കൊടുക്കുന്നത് പോലെ തന്നെ മെന്നിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ വുമണിന് കിട്ടുന്ന ചില കാര്യങ്ങളൊന്നും മെൻസിന് കിട്ടുന്നില്ല. ഇപ്പം കുറേ സൂയിസൈഡുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഈവൻ ഒരു ഗേളാണ് സൂയിസൈഡ് ചെയ്ത് ആ ബോയിന് എന്തായാലും ഏതെങ്കിലും ബോയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോലീസ് അതിൻ്റെതായത് എടുക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ അവർ അത് ഗേൾ ആയതുകൊണ്ടും ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഓർത്തിട്ടും അവരതിനോട് ആഴത്തിലിറങ്ങി ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പം മെന്നിനും വുമണിനും ഒരേപോലെ ഇതാവണം എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ കോർപ്പറേഷൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണിത്. ഇപ്പം നമ്മുടെ മേയർ വി രാജേഷിനെ കുറിച്ച് എന്താ? നല്ലൊരു വ്യക്തിയാണ്, ബോറടിപ്പിച്ചില്ല. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ ആൾക്കാർ പ്രസംഗിച്ച് ബോറടിപ്പിക്കുന്നു, അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ ബ്രഹ്മദത്ത് സാർ എന്ന് പറയുന്ന സാറും ഇന്നലെ വൈകുന്നേരം ക്ലാസ് എടുത്താൽ സാറിൻ്റെ ക്ലാസ്സും കൊള്ളാം. ഞാൻ ഓൾറെഡി NSS ക്യാമ്പിൽ NSSൻ്റെ ഒരു ഇതിൽ ഞാൻ ഇതുണ്ട് 10-30 പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ക്ലാസ് ഓൾറെഡി എനിക്കറിയാം. സാറിനെ എനിക്കും എൻ്റെ ഫ്രണ്ട്സിന് വ്യക്തിപരമായിട്ടും അറിയാം. അപ്പോഴത്തേനും സാറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ആക്ച്വലി. പിന്നെ മഴയൊക്കെ കാരണം പിന്നെ ഒത്തിരി പേര് പോയായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഞാൻ ചോദിച്ചു തോന്നുന്നത്, മേയർ വി രാജേഷിൻ്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവാണ് അത് എടുത്തത് യുവജനങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇത്തരം കാര്യങ്ങളുടെ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന മേയർ അതൊരു പാഠമല്ല. അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആംഗ്ലൊരു ഇതായിട്ട് നമ്മളെന്ന് വെച്ചാൽ ആരെയും അടിച്ചേൽപ്പിക്കാനോ നോക്കാതെയും യൂത്തിനെ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ഇപ്പോൾ ഒത്തിരി ക്ലാസ് അറേഞ്ച് ചെയ്യുന്നില്ലേ. ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്കാരെ പോയി കണ്ടും അവരുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തും ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ സാർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഇപ്പോൾ ഈവൻ ഒരു 200 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ 200 ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഷെയർ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണം. വേണം.